സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിനൊടുവിലായിരുന്നു കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി. സ്വന്തം പാർട്ടിയിലെ വലിയൊരു വിഭാഗം എതിരായതോടെയാണ് ട്രൂഡോ രാജിവെച്ച് പടിയിറങ്ങിയത്. അടുത്ത പ്രധാനമന്ത്രി ആരാകും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ വംശജ അനിത ആനന്ദ് മത്സരരംഗത്തേക്കില്ലെന്ന് നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തി. അതേസമയം ഇന്ത്യൻ വംശജനും കാനഡ എംപിയുമായ ചന്ദ്ര ആര്യ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കും. 9 വർഷത്തെ തുടർഭരണത്തിനൊടുവിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ ശക്തമായ എതിർപ്പുകൾ. രാജ്യത്താകമാനം ക്രമസമാധാനം തകരാറിൽ. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ. കുറ്റവാളികളോട് ഭരണകൂടത്തിന്റെ മൃദു സമീപനങ്ങൾ. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിനൊടുവിലാണ് കാനഡ പ്രധാനമന്ത്രി സ്ഥാനം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത്. ഭാരതവുമായുള്ള കാനഡയുടെ നയതന്ത്ര ബന്ധം മോശമായി തുടരുന്നതിനിടെയാണ് രാജി. ട്രൂഡോയെ പിന്തുണയ്ക്കുന്ന ഖാലിസ്ഥാൻ വിഭാഗങ്ങളുടെ പാർട്ടിയായ NDP മാത്രമല്ല, ട്രൂഡോ നേതൃത്വം നൽകുന്ന ലിബറൽ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുകളുണ്ടായി. തുടർന്നാണ് ട്രൂഡോയുടെ രാജി പ്രഖ്യാപനം. നേരത്തെ ട്രൂഡോയുടെ നയങ്ങളോട് എതിർപ്പറിയിച്ച് ധനകാര്യമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് രാജി സമർപ്പിച്ചിരുന്നു. നിരവധി ലിബറൽ പാർട്ടി എംപിമാരും എതിർപ്പറിയിച്ചു. അമേരിക്ക അധിക നികുതി ചുമത്തുന്ന നീക്കത്തെ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് പാർട്ടിക്കുള്ളിൽ എതിർപ്പ് വിളിച്ചു വരുത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് നേതൃസ്ഥാനവും പ്രധാനമന്ത്രി പദവും ഒരേ സമയം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത്. കാനഡ വൈകാതെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇനി ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ ഉയർന്നു കേട്ടത് ഇന്ത്യൻ വംശജ അനിത ആനന്ദിന്റെ പേരായിരുന്നു. നിലവിൽ കാനഡ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയാണ് അനിത ആനന്ദ്. എന്നാൽ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിനുള്ള മത്സരത്തിനില്ലെന്നാണ് അനിതയുടെ നിലപാട്. പാർലമെന്റിലേക്ക് ഇനി മത്സരിക്കാനില്ലെന്നും അവർ പറഞ്ഞു. രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങി അക്കാദമിക മേഖലയിലേക്ക് മടങ്ങുകയാണെന്നും അവർ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് ടൊറന്റോ സർവകലാശാലയിലെ നിയമ പ്രൊഫസറായിരുന്നു അനിത. പ്രതിരോധ മന്ത്രിയായിരിക്കെ റഷ്യയുമായുള്ള യുദ്ധത്തിനായി യുക്രൈന് സഹായം നൽകാനുള്ള കാനഡയുടെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് അനിതയായിരുന്നു. ഈ നേതൃത്വ പാടവം തന്നെയാണ് അനിതയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള പ്രഥമ കാരണവും. അതേസമയം കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാനുള്ള മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ വംശജൻ ചന്ദ്ര ആര്യ പ്രഖ്യാപിച്ചു. രാഷ്ട്രത്തെ പുനർനിർമ്മിക്കാൻ കാര്യക്ഷമമായ സർക്കാരിനെ നയിക്കുമെന്നും കനേഡിയൻ MP പറഞ്ഞു. ഹൗസ് ഓഫ് കോമൺസിലെ നിലവിലെ അംഗമാണ് ചന്ദ്ര ആര്യ. നവംബറിൽ ഹിന്ദു പൈതൃക മാസത്തെ അടയാളപ്പെടുത്തുന്നതിനായി ചന്ദ്ര ആര്യ കനേഡിയൻ പാർലമെന്റിന് പുറത്ത് ഓം ചിഹ്നമുള്ള കാവ്യപതാക ഉയർത്തി ശ്രദ്ധ നേടിയിരുന്നു. കർണാടകയിലെ തുംകൂർ ജില്ലയിലെ സിറ താലൂക്കിലെ ദ്വാർലു ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിന്റെ വേരുകൾ. ധാർവാഡിലെ കൗസലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം നേടി. 2006 കാനഡയിലേക്ക് കുടിയേറിയത്. 2015 ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചന്ദ്ര ആര്യ 2019 തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2022 കാനഡയിലെ ഹൗസ് ഓഫ് കോമൺസിൽ കന്നഡയിൽ സംസാരിച്ച ചന്ദ്ര ആര്യ വൈറലായിരുന്നു. കാനഡയിലെ 3ാമത്തെ വലിയ മതവിഭാഗമാണ് ഹിന്ദു കനേഡിയന്മാരെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ചന്ദ്ര ആര്യ. കാനഡയിലെ ഖാലിസ്ഥാനി അനുകൂലികൾ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിനെതിരെ ചന്ദ്ര ആര്യ പലപ്പോഴും ശബ്ദമുയർത്തിയിരുന്നു. ഖാലിസ്ഥാനി അനുകൂലികളിൽ നിന്നും ഹിന്ദു കനേഡിയന്മാർക്ക് ഭീഷണി നേരിടുന്നതിനെക്കുറിച്ചും കാനഡയിൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുന്നതിനും ഭാവി തലമുറകൾക്ക് അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുമായി കാര്യക്ഷമമായ ഒരു സർക്കാരിനെ നയിക്കാനായി കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി ധീരമായ തീരുമാനങ്ങൾ എടുക്കണം. ലിബറൽ പാർട്ടിയുടെ അടുത്ത നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ അറിവും വൈദഗ്ധ്യവും ഞാൻ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ചന്ദ്ര ആര്യ എക്സിൽ കുറിച്ചു. പല കനേഡിയന്മാരും പ്രത്യേകിച്ച് യുവതലമുറ കാര്യമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. അധ്വാനിക്കുന്ന മധ്യവർഗം ഇന്ന് ബുദ്ധിമുട്ടുകയാണ്. നിരവധി തൊഴിലാളി കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നു. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അടുത്ത പ്രധാനമന്ത്രിയെ കാനഡയെ നയിക്കാനും താൻ മുന്നോട്ടു പോകുന്നുവെന്നും ചന്ദ്ര ആര്യ പറഞ്ഞു. അതേസമയം നിജ്ജറുടെ കൊലപാതകത്തിൽ കാനഡയിൽ തടവിൽ കഴിഞ്ഞിരുന്ന 4 ഭാരതീയർക്കും കോടതി ജാമ്യം അനുവദിച്ചു. കുറ്റാരോപണം തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്. കൊലപാതകം ആസൂത്രണം ചെയ്തത് ഭാരതമാണെന്ന ട്രൂഡോയുടെ ആരോപണത്തിന് തിരിച്ചടി കൂടിയാണ് കോടതിയുടെ നിലപാട്. ഭാരതീയരായ കരൺ ബ്രാർ, കമൽപ്രീത് സിംഗ്, കരൺപ്രീത് സിംഗ്, അമൻദീപ് സിംഗ് എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കൊലപാതകത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്നതിന് പ്രാഥമിക തെളിവുകൾ ഹാജരാക്കാൻ ആയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്. 2023 ജൂൺ 18 നിജ്ജർ കൊല്ലപ്പെട്ടത്. തുടർന്ന് മെയ് മാസത്തിൽ 4 പേരും അറസ്റ്റിലായി. കൊലപാതകത്തിന് പിന്നിൽ ഭാരതീയരെന്ന ആരോപണം കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ മുന്നോട്ട് വച്ചിരുന്നു. അറസ്റ്റിലായവർ ഭാരതീയരാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണം. തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി പറയുന്നത് തന്നെ കേസ് കെട്ടിച്ചമച്ചതെന്നതിന് കൃത്യമായ തെളിവാണ്. നിജ്ജറുടെ കൊലപാതകം ഭാരതത്തിന്റെ മേൽ കെട്ടിവയ്ക്കാനുള്ള നീക്കം ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം തകർത്തിരുന്നു. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിൽ തന്നെ ഇത് വിള്ളലുണ്ടാക്കി. കൊലപാതകത്തിന് പിന്നിൽ ഭാരതമെന്ന ആരോപണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയായിരുന്നുവെന്നാണ് ആരോപണം. ഖാലിസ്ഥാൻ ഭീകരരുടെ പാർട്ടിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേരത്തെ ട്രൂഡോയെ പിന്തുണച്ചിരുന്നു.
പിന്നീട് പിന്തുണ പിൻവലിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിയമപരമായ നടപടികൾ ഉണ്ടായിരുന്നതും പ്രത്യേകതയാണ്.